അല്ലാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവർ, അല്ലാഹു നമുക്ക് ചെയ്ത വലിയ നിയമത്തുകൾ ചിന്തിച്ചു നോക്കി. പ്രത്യേക അല്ലാഹു തൗഫീഖ് കൊടുത്തവർക്ക് അതിൽ കൂടാൻ കഴിയുള്ളൂ. അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. അതിനൊക്കെയാണ് ഭാഗ്യം വേണ്ടത്. പൈസക്കാരനാവാനല്ല ഭാഗ്യം വേണ്ടത്, ഒരുപാട് പൈസ ഉണ്ടാവാനല്ല ഭാഗ്യം വേണ്ടത്. ഇത്തരത്തിലുള്ള മജ്‌ലിസുകളിൽ കൂടാനും ദിക്ർ ചൊല്ലാനും നിസ്കരിക്കാനും ഇതിനൊക്കെ തൗഫീഖ് വേണ്ടത്. അതാണ് ഖൈറായ തൗഫീഖ്. അല്ലാഹു നമുക്കത് തരട്ടെ. അതുകൊണ്ട് ഈ മജ്‌ലിസിൽ കൂടുന്നവർ വല്ലാത്ത ഭാഗ്യമുള്ളവരാണ്, വല്ലാത്ത തൗഫീഖ് കിട്ടിയവരാണ്. അൽഹംദുലില്ലാഹ്, നിലനിർത്തണേ അല്ലാഹ്. ചിന്തിച്ചു നോക്കി, ഉമ്മമാരൊക്കെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലേണ്ട, മജ്‌ലിസ് ഓൺ ചെയ്ത് വെച്ച് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് അവർ ചൊല്ലുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു ചെയ്ത നിഅമത്ത് എത്രയാണ്. പലർക്കും അല്ലാഹു ക്യാൻസർ കൊടുത്തു, പലർക്കും അല്ലാഹു പല രോഗങ്ങളും കൊടുത്തു, പലരും കിടപ്പിലാണ്, പലരും വെന്റിലേറ്ററിലാണ്, അസുഖമാണ്, രോഗികളാണ്. എന്നാൽ അല്ലാഹു നമുക്ക് അതൊന്നും തന്നില്ലല്ലോ. മറ്റുള്ളവരിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇനി എന്ത് കിട്ടിയാലും എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും മറ്റുള്ളവരിലേക്ക് ചിന്തിക്കുമ്പോ, നമ്മളെക്കാട്ടി പ്രയാസമുള്ളവരിലേക്ക് ചിന്തിക്കുമ്പോൾ നമ്മളെ പ്രയാസം വളരെ ചെറുതാണ്. ചെറിയ കുട്ടികൾ വരെ കണ്ണിയില്ലാത്തവരുണ്ട്, ചെറിയ മക്കൾ വരെ മജ്ജ മാറ്റി വെക്കേണ്ട കുട്ടികളുണ്ട്. ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്ത് ചികിത്സിച്ചാലും തീരാത്ത രോഗമുള്ള ചെറുപ്പക്കാരുണ്ട്. ആ നിലക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് അല്ലാഹു ഒന്നും തന്നിട്ടില്ല, ഒരു പ്രയാസവും തന്നിട്ടില്ല. അല്ലാഹു ഉള്ളവർക്ക് ശിഫ കൊടുക്കട്ടെ, ശിഫ കൊടുക്കട്ടെ, പരിപൂർണമായി മാറ്റി കൊടുക്കട്ടെ. അങ്ങനല്ലേ, അങ്ങനെ തന്നെയല്ലേ ഉമ്മമാരെ, നമുക്ക് അല്ലാഹു ഒരു പ്രയാസവും തന്നിട്ടില്ല. ഉള്ളതൊക്കെ ചെറുതാണ്, അല്ലാഹു അതൊക്കെ മാറ്റി തരട്ടെ. പിന്നെ നമ്മളെ പ്രയാസം എന്താ, നമുക്ക് താങ്ങാൻ കഴിയില്ല. അല്ലാഹു നമുക്ക് താങ്ങാൻ കഴിയാത്തതൊന്നും തരാതിരിക്കട്ടെ. അല്ലാഹു ചെയ്ത നിഅമത്ത് എത്രയാ, അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എത്രയാ. ഒരിക്കൽ ഒരു രാജ്യത്തിന്റെ രാജാവ്, അദ്ദേഹത്തിന് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്. വലിയ പൈസക്കാരനാണ്. ഒരു രാജ്യത്തിന്റെ രാജാവ് എന്ന് പറയുമ്പോൾ അയാൾ വലിയ പൈസക്കാരനാണ്, വലിയ സമ്പത്തുള്ള ആളാണ്. അദ്ദേഹത്തിന് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്, പക്ഷേ മൂത്രം പോകുന്നില്ല. ആൾക്കാരൊക്കെ പറഞ്ഞു വെള്ളം കുടിക്കാൻ പറഞ്ഞു, കൂടെയുള്ളവർ പറഞ്ഞു വെള്ളം കുടിക്കാൻ പറഞ്ഞു. അദ്ദേഹം വെള്ളം ഇങ്ങനെ കുടിച്ചു, പക്ഷെ എത്രയായിട്ട് മൂത്രം പോണില്ല. കുറെ ശ്രമിച്ചു നോക്കി, അവസാനം വെള്ളം കുടിച്ചു 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 വയറ് വീർത്തുപോയി, എന്നിട്ട് മൂത്രം പോകുന്നില്ല. അല്ലാഹു ചെയ്ത നിഅമത്താണ്. വെള്ളം കുടിക്കുന്നു, നമുക്ക് മൂത്രമൊഴിക്കാൻ പറ്റുന്ന സമയത്ത് മൂത്രം പോകുന്നതൊക്കെ വലിയ നിഅമത്താണ്. ആ മൂത്രം പോവാതിരുന്ന് നോക്കണം, അപ്പോഴേ അതിന്റെ വിഷമം അറിയുള്ളൂ. ഈ രാജാവ് എത്ര ശ്രമിച്ചിട്ടും മൂത്രം പോകുന്നില്ല. ഒരുപാട് വെള്ളം കുടിച്ചു, വയറ് വീർത്തുപോയി. ഇനി ആരെങ്കിലും വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞാൽ അവരോട് ദേഷ്യപ്പെടും, അവരോട് ദേഷ്യം വരും. കാരണം അത്രയും വയറ് വീർത്തുപോയി, ബുദ്ധിമുട്ടായി പോയി. മൂത്രമൊഴിക്കാനാണെങ്കിൽ പറ്റണമല്ലോ, വല്ലാത്ത വേദന. പ്രിയമുള്ളവരെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഹോദരൻ എന്നിട്ട് പറയേണ്ടത് ഈ രാജാവിനോട് ഒരു ഗുളിക, ചെറിയ ഒരു ഗുളിക കഴിച്ചിട്ട് പറഞ്ഞു, ഈ ഗുളിക കുടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൂത്രം ഉറപ്പായിട്ടും പോകും. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിട്ടൊന്നും മാറ്റം ഉണ്ടായില്ല. ആ സമയത്താണ് ഈ സഹോദരൻ പറഞ്ഞത്, ഈ ഗുളിക കുടിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് മൂത്രം പോകും, ഉറപ്പാണ് നിങ്ങൾ മൂത്രമൊഴിക്കും. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്, ഈ ഗുളിക ഞാൻ തരണമെങ്കിൽ ഡിമാൻഡ് ഉണ്ട്. 100% ഉറപ്പാണ്, മൂത്രം പോകുന്നത് 100% ഉറപ്പാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തും കാട്ടാം, പക്ഷെ ഈ ഗുളിക ഞാൻ തരൂല, തരണമെങ്കിൽ ഒരു ഡിമാൻഡ് ഉണ്ട്. നിങ്ങളെ പേരിലുള്ള മുഴുവൻ സമ്പത്തും എന്റെ പേരിലാക്കി തരണം. നിങ്ങൾ ചിന്തിച്ചു, നമ്മളാണെങ്കിൽ കൊടുക്കോ? നിങ്ങൾ മറുപടി പറയും, കൊടുക്കും. കാരണം ആ സമയത്ത് നമുക്ക് വേദന സഹിക്കാൻ കഴിയൂല. അപ്പൊ പിന്നെ പൈസ ഒന്നും നമ്മൾ നോക്കൂല. ഇത്രയുള്ള സമ്പത്തിന്റെ ഒക്കെ സ്ഥിതി, ഇത്രയുള്ള പൈസന്റെ ഒക്കെ സ്ഥിതി. അതുകൊണ്ട് നല്ല സദസ്സുകളിൽ, നല്ല മജ്‌ലിസിൽ സുബഹിസ്കരിച്ചിട്ട് മുത്തുനബി മുടങ്ങാതെ ചൊല്ലിയ ദിക്റിന്റെ സദസ്സിലൊക്കെ കൂടിക്കോളി. പൈസക്കൊന്നും വിലയില്ല എന്ന് പറഞ്ഞാൽ പൈസ വേണ്ടിയെടുത്ത് പൈസ വേണം. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്കുള്ള സ്ഥാനം അത് തൗഫീഖാണ്. ഇത്തരത്തിലുള്ള മജ്‌ലിസും അതുപോലെ തന്നെ ആരോഗ്യവും, ഇതൊക്കെയാണ് നമുക്ക് അല്ലാഹു നൽകിയ വലിയ നിഅമത്ത്. പൈസ എന്നുള്ളത് അല്ലാഹു ഒരുപക്ഷെ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി തരും. പൈസ വേണം, നമുക്ക് ഹലാലായ സമ്പത്ത് വേണം, അത് വലിയ നിഅമത്ത് തന്നെയാണ്. അല്ലാഹു നമുക്ക് ഹലാലായ സമ്പത്ത് തരട്ടെ. അങ്ങനെ ഇദ്ദേഹം, പ്രിയമുള്ളവരെ, ഈ ഗുളിക വാങ്ങാൻ തയ്യാറായി. എന്റെ സമ്പത്ത് മൊത്തം എനിക്ക് തരാം, പ്രശ്നമല്ല. ഈ ഗുളിക കൊണ്ടുവന്ന ഗുളിക കുടിച്ചു, മൂത്രം പോയി. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ എത്ര സമ്പത്ത് ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല, എത്ര പൈസ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല.
നമുക്ക് വേണ്ടത് തൗഫീഖാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഖൈറായ കാര്യങ്ങൾക്ക് തൗഫീഖ് വേണം. ആരോഗ്യമാണ് ഏറ്റവും വലിയ നിഅമത്ത്. അല്ലാഹു നൽകിയ നിഅമത്താണ് ആരോഗ്യം. ആ ആരോഗ്യമുള്ള ഈ സമയം നമ്മൾ ദിക്ർ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും നിസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാനും നല്ല സൽക്കർമ്മങ്ങൾക്കും വേണ്ടി ചെലവഴിക്കണം. നഷ്ടപ്പെടുത്തി കളയരുത്. ഒരു പ്രത്യേക തൗഫീഖ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടാൻ പറ്റും. അൽഹംദുലില്ലാഹ് പറയുന്നത് അല്ലാഹു നമുക്ക് നൽകിയ വലിയൊരു തൗഫീഖാണ് ഇത്തരത്തിലുള്ള മജ്ലിസ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് വലിയ കാവൽ തരട്ടെ. നമുക്ക് റാഹത്തന്നല്ലേ. ദ്വാരക്കാൻ വിളിച്ചു പറഞ്ഞവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പോൾ തിരക്കിനിടയിലൊക്കെ ഞാൻ എഴുതി വെക്കാൻ വിട്ടുപോയതുണ്ടാവും. പക്ഷേ ഞാൻ അവരെ പേര് പറയാൻ മറന്നുപോയാലും പടച്ചോൻ അവരൊക്കെ അറിയാം. ഞാൻ ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് വെറുപ്പ് വിചാരിക്കരുത്. മനഃപൂർവ്വം എന്തായാലും ഒരാളെ പേര് ഒഴിവാക്കൂലല്ലോ. പടച്ചോനെ നീ എല്ലാവരെയും കബൂലാക്കണമല്ലോ. ആരെന്ത് പ്രയാസം വെച്ച് മജ്‌ലിസിൽ കൂടിയാണ് ദുആവസിയത്ത് അറിയിച്ചവരും അറിയിക്കാത്തവരും എഴുതിയേക്കുന്നവരും എങ്ങനെ എഴുതിയേക്കണമെന്ന് അറിയാത്ത പാവങ്ങളും ഞങ്ങളെ മജ്‌ലിസിലുണ്ട്. ഒരാളെയും കൈവിടല്ല അല്ലാഹ്. കിടന്ന കിടപ്പിലായ രോഗികളുണ്ട്, ഹോസ്പിറ്റലിലുള്ളവരുണ്ട്, ഒക്കെ മജ്‌ലിസ് കേൾക്കുന്നവരാണ്. ഒരാളെയും വെറുതെ ആക്കല്ലേ അല്ലാഹ്. ഫോൺ വിളിച്ച് പറഞ്ഞവര് ചിലപ്പോ ഫോൺ വിളിച്ചപ്പോ ചിലപ്പോൾ എപ്പോഴെങ്കിലും പരമാവധി ഫോണുകൾ ഞാൻ എടുക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ എടുക്കാൻ പറ്റാതെ പോവാറുണ്ട്. എന്നാലും 95% കോളുകളും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. കാരണം നിങ്ങൾ ഓരോരുത്തരും ദുആവസിയത്ത് പറയാൻ വിളിക്കണല്ലോ. പരമാവധി ഞാൻ എടുക്കാറുണ്ട്. ഇനി ആ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എടുക്കാൻ പറ്റാതെ പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവരാരൊക്കെയാണ് പ്രയാസങ്ങളും മറ്റും കൊടുക്കണം, രോഗങ്ങൾ ശരിയാക്കണം, സംഭാവന അയച്ചുന്നവരുണ്ട്. അവരെ തന്നെ പേര് പറയാൻ പറയുന്നത് വിട്ടുവന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ വിഷമിക്കരുത്. ഞാൻ പൈസ കൊടുത്തിട്ടും ഉസ്താദ് വരുന്നില്ലല്ലോ ചിന്തിക്കരുത്. എല്ലാം അല്ലാഹുക്കറിയാം. ഒരു രൂപ കൊടുത്താലും അത് പടച്ചോൻക്കറിയാം. അല്ലാഹുവേ, ഈ ദീനിന്റെ സ്ഥാപനത്തെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. പടച്ചോൻ ഒരാളെയും നീ കൈവിടല്ലേ അല്ലാഹ്. പടച്ചോനെ ഞങ്ങൾ മരിച്ചുപോയവർ, പ്രത്യേകിച്ച് മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കാൻ, വാപ്പന്റാണ്ട്, ഉമ്മന്റാണ്ട്, വല്യപ്പന്റാണ്ട്, വല്യമ്മന്റാണ്ട്, മക്കളാണ്ട് ഒക്കെ പറഞ്ഞു ദ്വാരക്കാൻ പറഞ്ഞവര് അവരൊക്കെ ഖബർ വിശാലാക്കണേ അല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നല്ലൊരു മരണം നമുക്ക് കിട്ടണ്ടേ. ഇന്നലെ നമ്മളെല്ലാരും ഒരു വാർത്ത കണ്ടു അല്ലേ? വാട്സാപ്പിലും മറ്റൊക്കെ നമ്മൾ കണ്ടു. അല്ലാഹ് വാങ്ങു കൊടുക്കുന്ന സമയത്താണ് ഒരു ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വാങ്ങു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു കയ്യിലും ആ ഉസ്താദ് പെട്ടെന്ന് വീണ് മരണപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, വാങ്ങു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടാൻ അള്ളാന്റെ ദുനിയാവിൽ ഇതിനേക്കാളും വലിയൊരു നല്ല പ്രതിഫലം കിട്ടുന്ന മറ്റൊരു കാര്യമില്ല. കാരണം നിസ്കാരത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ, ഹയ്യ അലസ് സ്വലാ, ഹയ്യ അലൽ ഫലാ എന്ന് പറഞ്ഞ് നിസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ മാഷാ അല്ലാഹ് വാക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഉസ്താദ് ഇന്നലെ മരിച്ചുപോയത്. അല്ലാഹുവേ, 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 ആ ഉസ്താദിന്റെ ഖബർ വിശാലാക്കണമല്ല, ദറജ വർദ്ധിപ്പിക്കണമല്ല, മഗ്ഫിറത്ത് കൊടുക്കണമല്ല. ഞങ്ങൾക്കും നല്ലൊരു മരണം തരണേ അല്ലാഹ്. ഞങ്ങൾക്കും നല്ലൊരു മരണം തരണേ അല്ലാഹ്. ഞമ്മക്കും അങ്ങനെ നല്ല മരണം കിട്ടണ്ടേ ഉമ്മാരെ. എപ്പോഴാണ് മരിക്കാന്ന് പറയാൻ പറ്റൂ? ഇനി എത്ര കാലം ജീവിക്കുമെന്ന് പറയാൻ പറ്റൂ? എവിടുക്കാ നമ്മള് അല്ലാഹുവിനെ ഓർക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കത് വലിയ നഷ്ടമായി പോകും. അതുകൊണ്ട് ഇനിയുള്ള കാല ജീവിതം തഖ്വയിലും ഈമാനിലും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം നമ്മളെ ജീവിതം. അല്ലാഹു അങ്ങനെ നമുക്ക് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ, ആഖിബത്ത് നന്നാക്കി തരട്ടെ, ഈമാൻ സലാമത്താക്കി തരട്ടെ. നമ്മുടെ കൂടെ മജ്‌ലിസിൽ ചൊല്ലുന്ന, നിങ്ങൾക്ക് ചൊല്ലിത്തരുന്ന ഹബീബിന്റെ മൂത്ത അവരെ അസുഖമാണ്, പടച്ചവനെ ശിഫ കൊടുക്കണം അല്ലാഹ്. പരിപൂർണമായി ശിഫ പ്രദാനം ചെയ്യണം അല്ലാഹ്. അല്ലാഹുവേ, ഹോസ്പിറ്റലിലാണ്, പരിപൂർണമായി സുഖപ്പെടുത്തണം. അങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. ആരൊക്കെ എവിടെ നിന്നൊക്കെ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ടോ അവരൊക്കെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്.